ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ 16ാമത്തെ നോമ്പാണ്. ഇന്ന് എനിക്ക് നല്ല അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. സ്നാക്സും വെള്ളവും മാത്രം തയ്യാറാക്കിയാൽ മതിയായിരുന്നു. ഡിന്നർ എനിക്ക് അനിയൻ്റെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് വലിയ പണിയില്ലാത്ത അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. മറൂസ് സ്കൂളിൽ പോയേക്കാണ്. അപ്പം മോള് ഇപ്പം വരും, അവളെ കാത്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നോമ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പം മിക്കവാറും വിളിക്കാൻ പോകാറില്ല. ഹംദ ഉള്ളതുകൊണ്ട് ഹംദയുടെ കൂടെ ഇങ്ങ് വരും. ഹംദ നമ്മുടെ ഇവിടെ ട്യൂഷന് വരുന്ന മോളാണ് കേട്ടോ. നമ്മൾ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഉള്ള ബർത്ത്ഡേ ഗേളാണ്. അപ്പം അവളുടെ കൂടെ ഇങ്ങ് വരും. അപ്പോൾ ഇതാ റംസ്മോൻ അടുക്കളയിൽ സേമിയ വേവിക്കുകയാണ്. ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്കിന് വേണ്ടിയിട്ട് നേരത്തെ ഒന്ന് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഇത് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ എന്താ ചെറിയ മഴക്കോളം ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ചാറിയതേ ഉള്ളൂ, വലിയതായിട്ടൊന്നും പെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ പുനലൂരൊക്കെ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തായിരുന്നു. വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബജിയാണ്. ഇന്ന് മൊത്തം ബജീസായിരുന്നു. അപ്പോൾ ബജി തയ്യാറാക്കാനായിട്ട് ഇതാ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ബാറ്ററാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്ററി കിട്ടാനായിട്ട്. പിന്നെ ബജിക്കായിട്ട് മുട്ടയും പൊട്ടറ്റോയും പപ്പടവും എടുത്തിട്ടുണ്ട്. ആദ്യം മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. മുട്ട ബജി പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പൊട്ടറ്റോ ബജി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ബജിയും തയ്യാറാക്കി എടുത്തിട്ട് അതിനുശേഷം പപ്പടം ഇതേപോലെ നമ്മുടെ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുത്ത നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളന്ന് ബർത്ത്ഡേക്ക് പോയല്ലോ, ആ വ്ളോഗിൽ പപ്പട ബജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ബജികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്ക് മാംഗോ ഫലൂദയാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയായും പിന്നെ കസ്കസും മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും മാംഗോയും കൂടെ ജ്യൂസ് അടിച്ചതാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി പച്ചയും ചുവപ്പും വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ 2 കഷ്ണം മാങ്ങയും കൂടെ വെച്ച് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഇതായിരുന്നു ഇന്ന്. പിന്നെ എന്നത്തെയും പോലെ തന്നെ താഴെ ഉമ്മയ്ക്കും പാപ്പുമ്മാക്കും ഉള്ള പങ്കാണ്. അപ്പോൾ അതുകൊണ്ട് മോൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രാത്രിയത്തേക്കുള്ള ബിരിയാണിയും എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക്.